everyone. So, നമ്മുടെ മലയാളത്തിലെ മക്കൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ജീവചരിത്രക്കുറിപ്പ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ജീവചരിത്രക്കുറിപ്പ് എഴുതേണ്ടത്? അത് എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ എൻ്റെ മക്കൾക്ക് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. സോ എല്ലാവരും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ മലയാളം ഫസ്റ്റിന് അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും നമ്മുടെ ഈ ഒരു ചാനലിലുണ്ട്. സോ കൃത്യമായിട്ട് ലൈവ് ക്ലാസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ള ഒരു മാർക്ക് നമ്മുടെ മലയാളത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ജീവചരിത്രക്കുറിപ്പ് എഴുതുന്ന സമയത്ത് ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ എഴുതി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ആദ്യം ഏത് വ്യക്തിയെ കുറിച്ചാണോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പേര് നമ്മളൊരു ടൈറ്റിലായിട്ട് കൊടുക്കണം, ഒരു തലക്കെട്ടായിട്ട് കൊടുക്കുക. അതിനുശേഷം വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് എഴുതേണ്ടത്. അത് നിങ്ങൾക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും, കുറേ സൂചനകൾ തന്നിട്ടുണ്ടായിരിക്കും. അത് വെച്ചിട്ടാണ് നിങ്ങളോട് ജീവചരിത്രക്കുറിപ്പ് എഴുതാൻ വേണ്ടി ചോദിക്കാം. അപ്പോൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോയിന്റ് വൈസ് ആയിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കുക. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പാരഗ്രാഫായിട്ട് എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എഴുതണം, ഖണ്ഡികകളാക്കി എഴുതുക. അതായത് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പാരഗ്രാഫായിട്ട് എഴുതുകയാണെങ്കിൽ ഒന്നും കൂടി വൃത്തിയായിരിക്കും. അപ്പോൾ പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സിനായി കഴിഞ്ഞാലും കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് നോക്കാൻ പറ്റും, നിങ്ങൾക്ക് അങ്ങനെയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് നിങ്ങളുടെ കാഴ്ചപ്പാടുകളും വായന അനുഭവങ്ങളും ഉൾപ്പെടുത്തുക. അതായത് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും കൃതികളും കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഓരോ ആൾക്കാരും എഴുതുന്ന രീതിയിലൊക്കെ കുറേ മാറ്റങ്ങളുണ്ട് അല്ലേ? അതൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. പിന്നെ അറിയാത്ത കാര്യങ്ങൾ ഒരിക്കലും എഴുതാൻ വേണ്ടി പാടില്ല. ഇത് ജീവചരിത്രക്കുറിപ്പാണ്, മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അവരെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും എഴുതി ഫലിപ്പിക്കാൻ പാടില്ല. അത് കൃത്യമായിട്ട് മക്കൾ നോട്ട് ചെയ്യണം. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം നല്ല വൃത്തിയായിട്ട് എഴുതാം. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ, തുടക്കവും അവസാനവും ആകർഷകമാക്കുക. ഓക്കെ, ഒരു ടീച്ചർ പേപ്പർ നോക്കുന്ന സമയത്ത് തുടക്കം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ തുടക്കം നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല ഭംഗിയായിട്ട് തന്നെ എഴുതണം. അതിൻ്റെ ഒരു മാതൃക മിസ് കാണിച്ചു തരാം. അതുകൂടാതെ തന്നെ അവസാനം കൃത്യമായിട്ടുള്ള ഒരു അവസാനം കൂടി ആക്കണം. ഇനി അതുകൂടാതെ അക്ഷരത്തെറ്റുകൾ കൂടാതെ വേണം എഴുതാൻ. എഴുതുന്ന കാര്യങ്ങൾ അക്ഷരത്തെറ്റ് കൂടാതെ നല്ല വൃത്തിയായിട്ട് പാരഗ്രാഫായിട്ട് ഖണ്ഡികകളാക്കി തിരിച്ച് എഴുതുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ആധുനിക കവിത്രയത്തിൽ വരുന്ന ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം വള്ളത്തോൾ നാരായണ മേനോൻ എന്ന് വലിയൊരു തലക്കെട്ട് കൊടുക്കാം, സെൻറ്ററിലായിട്ടൊരു തലക്കെട്ട് കൊടുക്കാം. അതിനുശേഷം ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവിയാണ്. അതാണ് ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആധുനിക കവിത്രയത്തിൽ വരുന്ന 3 ആളുകളാണ് ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. അപ്പോൾ അതിൽ വള്ളത്തോൾ ആധുനിക കവിത്രയത്തിൽ വരുന്ന ഒരു വ്യക്തിയാണ്. 1878 പൊന്നാനിയിൽ ജനിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ എന്താ എഴുതേണ്ടത്? എവിടെയാണ് ജനിച്ചിട്ടുള്ളത്? ഇനി മാതാപിതാക്കളെ പേരുകളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതും കൂടി എഴുതണം. അപ്പോൾ കഥകളി പോലുള്ള കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോളാണ്. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇനി സാഹിത്യമഞ്ജരി, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, മഗ്ദലന മറിയം, കൊച്ചു സീത, ശിഷ്യനും മകനും, അച്ഛനും മകളും, ചിത്രയോഗം, ബധിരവിലാപം എന്നിവയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. ഓക്കെ, പിന്നെ നമ്മൾ മെയിനായിട്ട് എഴുതേണ്ട എന്താണ്? പ്രധാന കൃതികൾ എഴുതാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പുരസ്കാരങ്ങൾ ലഭിച്ചു, പുരസ്കാരങ്ങളെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ, ആ വ്യക്തിക്ക് കിട്ടിയതായിട്ട് ഐഡിയ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതും കൂടി എഴുതാം. ഇല്ലാത്ത കാര്യങ്ങൾ എഴുതരുത്. മിസ് വീണ്ടും വീണ്ടും പറയാണ്, കിട്ടാത്ത പുരസ്കാരങ്ങളും അവാർഡ്സും കാര്യങ്ങളൊന്നും എഴുതി വെക്കരുത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് സൂചനയിൽ അവാർഡ് പുരസ്കാരത്തിൻ്റെ കാര്യം തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് കൃത്യമായിട്ട് എഴുതാം. പിന്നെ അവസാനം ശ്രദ്ധിക്കേണ്ടത്, അവസാനം മാത്രമാണ് മരണം എഴുതാൻ വേണ്ടി പാടുള്ളൂ. ആദ്യം പോയിട്ട് 1878 പൊന്നാനിയിൽ ജനിച്ചു, 1958 അന്തരിച്ചു എന്ന് ആദ്യം എഴുതരുത്. അവസാനമാണ് മരണം എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ നോക്കിക്കുക, 1958 അന്തരിച്ചു. ഇങ്ങനെ വേണം ഒരു ജീവചരിത്രക്കുറിപ്പ് എഴുതാൻ. സോ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്തിട്ട് വേണം ജീവചരിത്രക്കുറിപ്പ് എഴുതാം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു ക്വസ്റ്റ്യന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മലയാളത്തിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ചാനലിൽ ഉണ്ടായിരിക്കും. സോ ലൈവ് ഒക്കെ കൃത്യമായിട്ട് മക്കളെല്ലാവരും കാണാം. ഇനി നമ്മൾ ഈ മലയാളം മാത്രമല്ല, ഇനി വരുന്ന എല്ലാ എക്സാമിലും
നല്ല അടിപൊളി മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. അതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ ഷുവറായിട്ട് 100% ഉറപ്പാണ് നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ നെക്സ്റ്റ് അല്ലേ, ഇനി എൻ്റെ മക്കളെല്ലാവരും 8ാം ക്ലാസ്സിലോട്ട് പോവുകയാണ്. അപ്പോൾ 8ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് കൃത്യമായിട്ട് പ്ലാനിങ്ങോടെ നമ്മൾ പഠിക്കണം. അതുകൂടാതെ ഇതുപോലെയുള്ള കാര്യങ്ങളായിരിക്കില്ല നമുക്ക് അവിടെ പഠിക്കാനുണ്ടായിരിക്കും, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം അല്ലെങ്കിൽ കൃത്യമായ ഒരു പ്ലാനിങ്ങോടെ കുറച്ചും കൂടി സ്ട്രക്ചറലായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ശക്തി ബാച്ചിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ബാച്ചിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പർ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. സോ മലയാളത്തിൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള മാർക്ക് സ്കോർ ചെയ്യും. സോ ഓൾ ദ വെരി ബെസ്റ്റ്.